ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാൻ ആക്രമണത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട 2 കുരുന്നുകൾക്ക് ഇനി വനം വകുപ്പിന്റെ കരുതൽ. ചരിത്രത്തിൽ ആദ്യമായി ഈ കുട്ടികളെ വനം വകുപ്പ് പൂർണ്ണ സംരക്ഷണത്തിലേക്ക് ഏറ്റെടുക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചു. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാനാക്രമണത്തിൽ അമ്മ മാരി മരിച്ചതോടെ അനാഥരായ രക്ഷിനും രക്ഷണയ്ക്കുമാണ് വനംവകുപ്പ് കൈത്താങ്ങാകുന്നത്. കുട്ടികളുടെ വീട്ടിലെത്തിയ മന്ത്രി ഷിബു ബേബി ജോൺ അവർക്കായി 2 കുഞ്ഞു സൈക്കിളുകളും സമ്മാനിച്ചു. അച്ഛനെ 1 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് അമ്മയായിരുന്നു ഏകാശ്രയം. സ്കൂളിലേക്ക് പോകുന്നതിനിടെ കൺമുന്നിൽ അമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഈ സാഹചര്യത്തിലാണ് കുട്ടികളുടെ മുഴുവൻ സംരക്ഷണവും വനവകുപ്പ് ഏറ്റെടുക്കുന്ന പുതിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ, എന്നാൽ അതിന് തടസ്സമാകാതെ ഇപ്പൊ തന്നെ അവർക്ക് അതിനുള്ള സൗകര്യം കിട്ടുന്ന നിലയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ആ കുട്ടികളെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ ദത്തെടുത്തു, അവർക്കൊരു മെന്ററെ വെച്ചു. അവരുടെ എല്ലാ 18 വയസ്സ് കുഞ്ഞുങ്ങൾക്ക് തികയുന്നിടം വരെ അവരുടെ എല്ലാ കാര്യവും ഞങ്ങൾ നോക്കും. അവർക്ക് ആവശ്യമുള്ള റേഷൻ 18 വയസ്സ് വരെ ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. 5000 രൂപ മാസ ചെലവിന് കൊടുക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട ഫീസും മറ്റു കാര്യങ്ങളും കൊടുക്കും. അവർക്ക് ഭാവിയിൽ അവർക്കൊരു വീട് ആവശ്യം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ നോക്കും. പിന്നെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കുട്ടികളെ ദത്തെടുക്കുകയാണ്. 18 വയസ്സ് തികയുന്നതുവരെ എല്ലാ ചെലവുകളും വനംവകുപ്പ് ഏറ്റെടുക്കും. ഭക്ഷണം, വിദ്യാഭ്യാസം, മാസച്ചെലവിനുള്ള സഹായം ആവശ്യമായാൽ വീടുൾപ്പെടെ എല്ലാ പിന്തുണയും നൽകും. കുട്ടികളുടെ സംരക്ഷണത്തിനായി ബന്ധുകൂടിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം രമേശിനാണ് മേൽനോട്ട ചുമതല. കുട്ടികളുടെ പേരിൽ പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട്. അമ്മയുടെ സ്നേഹത്തിന് പകരമാകാൻ ഒരു സഹായത്തിനും കഴിയില്ല. എന്നാൽ ദുരന്തത്തിൽ തകർന്നുപോയ ഈ 2 കുഞ്ഞു ജീവിതങ്ങൾക്ക് ഇനി താങ്ങും തണലുമായി വനവകുപ്പ് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.